നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് ഏപ്രിൽ 9 ബുധനാഴ്ച അല്ലേ. ഇന്നത്തെ നെയ്വിളക്ക് സമർപ്പിച്ചിട്ടുള്ളത് അജിലേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വകയാണ് ഇന്നത്തെ നെയ്വിളക്ക് സ്വാമിക്ക് അർപ്പിച്ചിട്ടുള്ളത്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ സ്റ്റാറ്റസ് ആയിട്ട് ഇടുന്നുണ്ട്. നമ്മൾ നെയ്വിളക്കൊക്കെ പറയുമ്പോൾ നേരത്തെ പറയണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുൻപ് പറയണമെന്ന് പറയില്ല, രാത്രി ആവുന്നതിനേക്കാൾ മുൻപ് പറയണം. അതായത് നമ്മളിവിടുത്തെ രീതി വൈകിട്ട് എല്ലാ പൂജകളും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 8:30 ആവും, 8 മണി 8:30 ആവും. ഒരു 7 മണിക്കെങ്കിലും പറയണം നെയ്വിളക്ക് വേണമെന്നുണ്ടെങ്കിൽ. അതായത് ഒരു 8:30 നമ്മൾ എന്ത് ചെയ്യും, ഈ വിളക്കുകളൊക്കെ എടുത്ത് അങ്ങനെ തന്നെ വെച്ച് പോലല്ല ഇവിടെ പതിവ്. ഇവിടെ എല്ലാ വിളക്കും എടുത്ത് വൃത്തിയാക്കി അതിലത്തെ എണ്ണയൊക്കെ എടുത്ത് ഇട്ടാണ്, എണ്ണ നിറച്ച് തിരി ഇട്ടാണ് പോവുക. അതായത് കാലത്ത് നട തുറന്ന വഴിക്ക് ഒരു വിളക്ക് കത്തിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞ അലങ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് സ്വാമിയുടെ കുളി, ചന്ദനം ചാർത്തൽ, വാകച്ചാർത്ത്, കുളി, ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നൈവേദ്യാർപ്പണം കഴിഞ്ഞിട്ടാണ് എല്ലാ വിളക്കുകളും കൊളുത്തുക. അതിനുള്ളിൽ ഒരു സ്വാമിയുടെ ഒരു കടവിളക്ക് കൂടെ കത്തി നിൽക്കുന്നുണ്ടാവും. ഈ കടവിളക്ക് കെടില്ല, അത് കത്തി നിൽക്കുന്നുണ്ടാവും. മറ്റുള്ള വിളക്കുകൾ കത്തിക്കുക. അപ്പോൾ എല്ലാ വിളക്കുകളും കത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, എണ്ണയാണ് ഇവിടെ നിത്യം ഉപയോഗിക്കുക. നല്ല എണ്ണയാണ് ഉപയോഗിക്കുക. അതും മില്ലിൽ നിന്ന് എള്ളാട്ടിയിട്ടുള്ള എണ്ണ തന്നെയാണ് ഉപയോഗിക്കുക. അല്ലാണ്ട് മറ്റു ലോക്കലായിട്ടുള്ള പല ബ്രാൻഡുകൾ വരുന്നുണ്ട്, അതൊന്നും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് പറയുന്നതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം നമ്മൾ എണ്ണ ഒഴിക്കുന്നതിനേക്കാളും മുൻപ് പറയണം നെയ്വിളക്ക് വേണ്ടവർ. അതായത് നെയ്വിളക്ക് തലേദിവസം നെയ്യൊക്കെ ഒഴിച്ച് കൃത്യമായിട്ട് വെക്കുമ്പോഴാണ്, അറിയാലോ, നെയ്വിളക്ക് വെക്കുമ്പോഴാണ് കാലത്ത് എനിക്ക് കത്തിക്കാൻ പറ്റുക. അപ്പോൾ പലരും അത് രാത്രിയൊക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളതുണ്ട്. അതുകൊണ്ടാണത് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാവരും സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.